മലയാളം നിഘണ്ടുവിലെ ഓരോ വാക്കിലൂടെ കണ്ണോടിക്കുമ്പോഴും ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്കുള്ള പേര് കണ്ടെത്തുന്ന തിരക്കിലായിരുന്നു അവർ. അവസാനം കണ്ണുകൾ ഉടക്കിയത് ധ്വനി എന്ന വാക്കിലായിരുന്നു. ധ്വനി ഓക്സിലറി യൂണിറ്റ്. ശബ്ദം എന്ന അർത്ഥം വരുന്ന ധ്വനി അങ്ങനെ സുൽത്താൻ ബത്തേരി നഗരസഭ CDSലെ ധ്വനി ഓക്സിലറി ഗ്രൂപ്പായി മാറി. ആ നാടിന്റെ ശബ്ദമായി പൊട്ടിച്ചിരിക്കാനും ഉറക്കെ സംസാരിക്കാനും അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും അറിവ് പകരാനും പരസ്പരമറിയാനും പ്രചോദനമേകാനും അല്പസ്വല്പം കഥ പറയാനും ഒരു വേദി സൃഷ്ടിക്കപ്പെട്ടു. 2022 10 പേരടങ്ങുന്ന ധ്വനി ഓക്സിലറി ഗ്രൂപ്പ് പ്രവർത്തനമാരംഭിച്ചത്. CDS ചെയർപേഴ്സൺ നൽകിയ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഓക്സിലറി ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്ക്, കുടുംബങ്ങളിൽ നിന്ന് സമൂഹത്തിലേക്ക് എന്ന ആപ്തവാക്യത്തെ പ്രായോഗികമാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലായി ധ്വനി ഓക്സിലറി ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്നും പിന്നീട് ഉണ്ടായത്. സാമ്പത്തികമായ ഉന്നമനം മാത്രമല്ല, സാമൂഹികമായ ഉന്നമനം കൂടെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ധ്വനി പ്രവർത്തനമാരംഭിച്ചത്. ധ്വനി ഓക്സിലറി യൂണിറ്റിന്റെ ഭാഗമാകുന്ന സമയത്ത് ആർക്കും തന്നെ ഒരു ഉപജീവനമാർഗവും ഉണ്ടായിരുന്നില്ല. നിരന്തരമായ ചർച്ചകളും CDS പിന്തുണയും കൂടെ ചേർന്നപ്പോൾ പുതിയ കാലത്ത് ഉപജീവന പ്രവർത്തനത്തിലേക്ക് തിരിയണമെന്ന് ഗ്രൂപ്പിന് തോന്നിത്തുടങ്ങി. ഇന്ന് ഓക്സിലറി ഗ്രൂപ്പിലെ 3 പേർ ചേർന്ന് നടത്തുന്ന ഒരു ട്യൂഷൻ സെന്ററും 2 പേർ ചേർന്ന് ആരംഭിച്ച കൂൺ കൃഷിയും എല്ലാ അംഗങ്ങളും കൂട്ടായി നടത്തുന്ന പച്ചക്കറി കൃഷിയും നിലവിലുണ്ട്. അതോടൊപ്പം ട്യൂഷൻ സെന്റർ നടത്തി പരിചയം സമ്പാദിച്ച ഒരംഗത്തിന് അബാക്കസിന്റെ ടീച്ചറാവാനും സാധിച്ചു. സർക്കാർ സർവീസിലേക്ക് കയറിപ്പറ്റുക എന്ന ശ്രമത്തിന്റെ ഭാഗമായി അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വൈകുന്നേരങ്ങളിലും ഒഴിവു സമയങ്ങളിലും ആരംഭിച്ച ജനറൽ നോളജ് ക്ലാസുകളിലൂടെ സായി ശ്രീയെ സർക്കാർ സർവീസിലെത്തിക്കാനും ധ്വനി ഗ്രൂപ്പിന് സാധിച്ചു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും പ്രതിസന്ധി നേരിട്ടത് എന്ന് പറയുന്നത് ഒരു ജോലി കണ്ടെത്തുക എന്നതായിരുന്നു. അങ്ങനെ ഓക്സിലറിയുടെ ഭാഗമായി ഓക്സിലറിയിൽ നിന്നുകൊണ്ട് തന്നെ ഞങ്ങളുടെ 3 പേർ ചേർന്നിട്ട് ഒരു ട്യൂഷൻ സെൻറ്റർ തുടങ്ങുകയും അത് വളരെ വിജയകരമായി മുന്നോട്ട് പോകുകയും ചെയ്യുകയായിരുന്നു. ആ സമയത്താണ് ഞാൻ ഓക്സിലറി യൂണിറ്റിൻ്റെ RP ആയിട്ടും പിന്നീട് FLCയുടെ RP ആയിട്ടും മാറിയത്. തുടർന്ന് കുടുംബശ്രീയെക്കുറിച്ച് കൂടുതൽ അറിയാനും കുടുംബശ്രീയുടെ സാധ്യതകളെ മനസ്സിലാക്കാനും അതുവഴി എനിക്ക് സാധിച്ചു. തുടർന്ന് ഞാൻ ഇന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, ഞാൻ കുടുംബശ്രീയുടെ ഓഡിറ്ററായിട്ട് ജോലിയിൽ കയറി 2 മാസത്തോളമായി. എനിക്ക് ഏവർക്കും നമുക്കൊരു ഓക്സിലറി അല്ലെങ്കിൽ ഒരു കുടുംബശ്രീ എന്ന് പറയുമ്പോൾ നമുക്കൊരു പുച്ഛമാണ്. പക്ഷെ ഇന്ന് അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാൻ സാധിക്കും, 10 വീട്ടിലേക്കും 10 വീടിന് ഒരു ഉപജീവനമാർഗം കണ്ടെത്താൻ സാധിച്ചത് ഓക്സിലറി യൂണിറ്റ് വഴിയാണ്. സാമൂഹികമായ ഇടപെടലുകൾ സാധ്യമാക്കുന്നതിന് എന്നും ധ്വനി ഓക്സിലറി ഗ്രൂപ്പ് തൽപരരായിരുന്നു. ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനായി യോഗ ക്ലാസ് നൽകുകയും ഇത് ഓക്സിലറി അംഗങ്ങൾ സ്ഥിരമായി അനുവർത്തിച്ചു പോരുകയും ചെയ്തു. മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ ധ്വനി ഓക്സിലറി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുകയും മെമ്പർമാരുടെ വീടുകൾ സന്ദർശിക്കുകയും ചെയ്തു. കുട്ടികളിലെ മാനസികാരോഗ്യം സംരക്ഷിക്കാനായി പരീക്ഷാ സമയത്ത് മാതാപിതാക്കൾക്ക് പരിശീലനം നൽകാനും അബാക്കസ് പരീക്ഷയെക്കുറിച്ച് അവബോധവും നൽകാൻ ഓക്സിലറി ഗ്രൂപ്പിന് സാധിച്ചു. വർദ്ധിച്ചുവരുന്ന സൈബർ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി കുട്ടികൾക്കും മുതിർന്നവർക്കും ക്ലാസ് നൽകുകയും ഗാന്ധി ജയന്തി, പരിസ്ഥിതി ദിനം, അധ്യാപക ദിനം തുടങ്ങിയ ദിനങ്ങൾ വിവിധ പരിപാടികളോടെ ആഘോഷിക്കാനും ധ്വനി ഓക്സിലറി ഗ്രൂപ്പ് പ്രത്യേകം ശ്രദ്ധ നൽകിയിരുന്നു. ഓക്സിലറി ഗ്രൂപ്പിൽ അംഗമായതിന്റെ ഭാഗമായി ഗ്രൂപ്പ് അംഗമായ അശ്വതിക്ക് ഓഡിറ്റ് ഗ്രൂപ്പായ കാസിൽ നിയമനം ലഭിക്കുകയും ഫിനാൻഷ്യൽ ലിറ്ററസി RP-ആയി പരിശീലനം നൽകാനും സാധിച്ചു. പുതിയ അംഗങ്ങൾ വരുന്നതിനും ഗ്രൂപ്പുകൾ ആരംഭിക്കുന്നതിനും ധ്വനി ഓക്സിലറി ഗ്രൂപ്പ് പ്രധാന പങ്കുവഹിച്ചിരുന്നു. തിരികെ സ്കൂൾ, ഓക്സോമീറ്റ്, അരങ്ങ് തുടങ്ങിയ വിവിധ പരിപാടികളിലും സജീവമായി പങ്കെടുക്കാൻ ധ്വനി ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾ മുൻപന്തിയിലുണ്ടായിരുന്നു. സുൽത്താൻ ബത്തേരി നഗരസഭയിലെ യുവതികളെ വിവിധ വൈജാത്യങ്ങൾക്കിടയിലും ഒരുമിപ്പിച്ചു നിർത്താനും പുതിയ അംഗങ്ങളെ ചേർത്തു നിർത്താനും ധ്വനി നാടിന്റെ പ്രതിധ്വനിയായി പ്രവർത്തിക്കുന്നു. കാലോചിതമായ മാറ്റം സമൂഹത്തിൽ ഉണ്ടാക്കുന്നതിന് ഐക്യവും കൂട്ടായ്മയും ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണെന്ന് ധ്വനി അടയാളപ്പെടുത്തുന്നു.